നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ്, ടോട്ടൽ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ അതായത് ടോട്ടലി സെപ്പറേഷൻ അങ്ങനെയാണ്, നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പിണങ്ങി മാറി നിൽക്കുന്നു, ഓക്കെ, അധികം സംസാരിക്കുന്നില്ല, ആ രീതിക്കും ആവാം. ഈവൻ കോണ്ടാക്റ്റ് ഉണ്ട്, പ്രശ്നങ്ങൾ മീൻസ് എന്നാലും ഒരു അകൽച്ച നിങ്ങൾ ഫീൽ ചെയ്യുക, അങ്ങനെ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി. ഇവിടെ മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നല്ല ടേംസിലല്ല ഇപ്പോൾ എന്ന രീതിക്ക്. ഓക്കെ, ഒന്ന് യെസ് ടോട്ടൽ സെപ്പറേഷൻ, പിന്നെ ഒന്ന് കുറച്ച് മാറി നിൽക്കൽ, ജസ്റ്റ് ബ്ലോക്കൊന്നുമല്ല, സെപ്പറേഷൻ അല്ലെങ്കിലും ഇടയ്ക്ക് സംസാരിക്കുക, ഇടയ്ക്കില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സംസാരം ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു അകൽച്ച ഫീൽ ചെയ്യുന്ന തരത്തിൽ. ഓക്കെ, നമുക്ക് നോക്കാം അതിനുള്ള റീസൺ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ അവർ ഈ അകൽച്ച, അല്ലെങ്കിൽ സെപ്പറേഷനായാലും ബ്രേക്കപ്പിനായാലും അല്ലെങ്കിൽ ഈവൻ കൂടെ നിന്നിട്ടുള്ള ഒരു അകൽച്ചയ്ക്കും എന്താണ് റീസൺ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റീസൺ ക്വീൻ ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ്, എംപറർ. ആദ്യം തന്നെ പറയാം, ഇവിടെ നിങ്ങളോട് എന്ത് അകൽച്ചയാണെങ്കിലും ശരി, എവിടെ പോയാണെങ്കിലും ശരി, ആരുടെ കൂടെ ആണെങ്കിലും ശരി, എന്ത് പറഞ്ഞു പോയാലും ശരി, ടോട്ടലി നിങ്ങളെ വിട്ടുപോയി തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരവസ്ഥയായാലും ശരി, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. ഓക്കെ, അതാദ്യം പറയാം ഞാൻ. അവരുടെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം എന്ന രീതിക്ക് എവിടെയും പോകുന്നില്ല. ഓക്കെ, ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. സോ പേഴ്സണ് നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിഗ്രറ്റ് അവരുടെ ഉള്ളിൽ ശരിക്കുമുണ്ട്. അത് യൂണിവേഴ്സായിട്ട് ശരിക്കും അവരുടെ ഉള്ളിൽ ആ ഒരു തിരിച്ചറിവ്, ആ ഒരു എന്താ പറയുക, കുറ്റബോധം അവരിൽ യൂണിവേഴ്സായിട്ട് ഉണർത്തുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര അധികം അവരെ സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര അവരെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, നിങ്ങൾ എത്ര അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന രീതിക്ക് യൂണിവേഴ്സ് അവർക്ക് ഒരു തിരിച്ചറിവ് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഓക്കെ, നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ തിരിച്ചറിവ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അതിവിടെ എംപറർ. പക്ഷെ എന്താണ്? ഈഗോ. ഓക്കെ, ഒരു ലേശം ഈഗോ. ഓക്കെ, ഇതൊന്നും സമ്മതിക്കാൻ അവർ തയ്യാറല്ല. ഓക്കെ, യെസ്, ഇവിടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ മനസ്സിനുള്ളിലുണ്ട്, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ ഈഗോ വിട്ട് കളയാൻ നമ്മൾ തയ്യാറല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആക്ച്വലി ഈഗോയിലാണ് അവർ പെട്ട് നിൽക്കുന്നത്, വേറെ എവിടെയല്ല, അല്ലേ? ഈഗോയിലാണ് സ്റ്റക്കായി നിൽക്കുന്നത്. ഇത് 8 of Swords പെട്ട് നിൽക്കുന്ന കാർഡാണ്. സോ മെയിൻലി അവർ സ്റ്റക്കായി നിൽക്കുന്നത് അവർ ഈഗോയിലാണ്. അത്രത്തോളം, അതായത് ഇനി ഞാൻ തിരിച്ചു വന്നാൽ എന്ത് മോഹം വെച്ച് ഞാൻ വരും, അല്ലേ, എങ്ങനെ പറയും, എനിവേ അങ്ങനെയൊക്കെ ആയിരിക്കാം. സോ ഈഗോ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ സ്ഥാനമാനങ്ങളിൽ, അവരുടെ ഒരു പൊസിഷൻ ലൈഫിൽ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം തടസ്സം. ഇവിടെ അങ്ങനത്തെ ചില കാര്യങ്ങൾ അവർ ഓർക്കുന്നുണ്ടാവും. ബിക്കോസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലേ എന്ന രീതിക്ക് ഒരു ചെറിയൊരു ചിന്ത ഉണ്ടാവാം. ഓക്കെ, നമുക്ക് നോക്കാം. അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? Knight of Wands, 7 of Cups, and 8 of Wands. Again 10 of Cups. See. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി ഫാമിലി എന്നുള്ള കാര്യമായി 10 of Cups, സൺ ഫാമിലി ഒക്കെ ഉണ്ട്. ഓക്കെ, അഗൈൻ 10 of Pentacles ഉണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി എന്ന രീതിക്കാണ് തടസ്സം കാണുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ട്, നിങ്ങളോടുള്ള പാഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അട്രാക്ഷൻ, പാഷൻ, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, കമ്മ്യൂണിക്കേഷൻ വേണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. അവരത്രയും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. 8 of Wands കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ക്ലാരിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് മെയിൻലി ഇവിടെ എനിക്ക് കാണുന്നത് കുറച്ച് പേർക്ക് ഫാമിലി എന്ന രീതിക്കാണ്. ഫാമിലി ആയിരിക്കാം തടസ്സം. ഓക്കെ, അത് കാരണമായിരിക്കും അവർ മാറി നിൽക്കുന്നത്. മേ ബി ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ജസ്റ്റ് ഫാമിലി എന്നുമാണ്. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ്, കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിസ്റ്റൻസ്? സ്റ്റാർ കാർഡ്, ടവർ, രണ്ടെണ്ണം വന്നിട്ടുണ്ട്, എടുക്കുന്നു. ഓക്കെ, 5 of Swords ആൻഡ് 10 of Swords. ഓക്കെ, നിങ്ങൾ തമ്മിൽ എൻഡിങ് വന്നു, ശരിയാണ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് ഒരു സഡൻ ഷോക്കിംഗ് ആയിട്ടാണ് ഇത് സിറ്റുവേഷൻ എൻഡായി പോയത്. മേ ബി നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. പെട്ടെന്ന്
ഐ തിങ്ക് ഇവിടെ ഒരു ഷോക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണാം. ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട്, 5 ഓഫ് സോർഡ്സ് ഉണ്ട്, 10 ഓഫ് സോർഡ്സ് ഉണ്ട്. സോ ഒരു കോൺഫ്ലിക്റ്റ് വന്നു നിങ്ങൾ തമ്മിൽ. ആ ഒരു കോൺഫ്ലിക്റ്റ് പെട്ടെന്ന് ലൈക്ക് ഒരു നേരെ ഒരു എൻഡിങ്ങിലേക്കാണ് പോയത്. ഇവിടെ ആക്ച്വലി സ്റ്റാറാണ് പറയുന്നത്. സോ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഹീലിംഗ്, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, വളരെ അധികം നിങ്ങൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയാം. ഓക്കെ, അങ്ങനെയായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, അതിൽ പെട്ടെന്നാണ് ഒരു ടവർ മൊമെൻറ്റ് വന്നത്, പെട്ടെന്നാണ് ഐ തിങ്ക് ഒരു കോൺഫ്ലിക്റ്റ് വന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ ചിലപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുകയായിരിക്കും, ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു കാഷ്വൽ സംസാരത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു, ഒരു ട്രിഗർ ഉണ്ടായി. ഓക്കെ, ആ ഒരു ട്രിഗർ ഐ തിങ്ക് വല്ലാതെ എസ്കലേറ്റ് ചെയ്തു. ഓക്കെ, ആ ട്രിഗർ വല്ലാതെ കൂടിപ്പോയി. നിങ്ങൾ തമ്മിൽ സംസാരങ്ങൾ പരസ്പരം രണ്ടുപേരും, ഓക്കെ, ഒരാൾ മാത്രമല്ല, എപ്പോഴും നമുക്ക് ഒരു ബന്ധത്തിൽ ഇഷ്യൂ വരുമ്പോൾ ഒരാൾ മാത്രമല്ല തെറ്റ്, എപ്പോഴും രണ്ടുപേരും ഉണ്ടാവും. ഓക്കെ, രണ്ട് ഭാഗത്തുനിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ രണ്ട് ഭാഗത്തുനിന്നും പറ്റും. നിങ്ങൾ എത്ര വിട്ടു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാലും എവിടെയെങ്കിലും അവസാനം നമ്മുടെ കൺട്രോൾ പോകുമ്പോൾ നമ്മൾ പലതും പറഞ്ഞു പോകും. ഓക്കെ, സോ അങ്ങനെ തന്നെയാണ്. സോ ഇവിടെ 5 ഓഫ് സോർഡ്സ് ആൻഡ് 10 ഓഫ് സോർഡ്സ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട്. പെട്ടെന്നായിരുന്നു, സഡൻ ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും പറയാതെ പെട്ടെന്ന് അവർ അപ്രത്യക്ഷമായി, അങ്ങനെ എടുക്കാം. വാവ്, ഒരു 2 കപ്സ് ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, 8 ഓഫ് പെന്റക്കിൾസ്. വാവ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓക്കെ വളരെ സ്ട്രോങ് കണക്ഷൻ തന്നെയാണ്. എനിക്ക് ലൈക്ക് ഒന്നും പറയാനില്ല, ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അത്രയും അടുപ്പം, അത്രയും ആ ഒരു അറ്റാച്ച്മെൻറ്റ് എല്ലാം ഉണ്ടായിരുന്നതാണ്. സോ മേ ബി അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആയിരിക്കാം റീസൺ. ഇവിടെ ഒരു എൻഡിങ് വന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റിന് റീസൺ എന്താണ്? ഈ 5 ഓഫ് സോർഡ്സ് ഇവിടെ എന്തിനാണ്, എന്താ ഉള്ളത്? വാട്ട് ഈസ് ദ കോൺഫ്ലിക്റ്റ്? ഹെർമിറ്റ്, എന്തായിരുന്നു? ക്വീൻ ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, അഗെയിൻ സെയിം തിങ്. ഓക്കെ, അപ്പോൾ ഫാമിലിയുടെ കാര്യം തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ 2 ചോയ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. 2 ചോയ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് അവർ മാരീഡ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് നിങ്ങളും ഒരു ഭാഗത്ത് വേറൊരു പേഴ്സണും എന്ന രീതിക്കാണ്. ഇത് അഗെയിൻ ലേഡീസ് ആയിട്ട് എടുക്കണം എന്നില്ല, നിങ്ങൾ ജെൻസ് ആണെങ്കിൽ അങ്ങനെ ആ രീതിക്ക് മാറ്റിയെടുക്കൂ. ബിക്കോസ് നമ്മൾ പിക്ചേഴ്സ് ജസ്റ്റ് ഇത് പറയുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ഭാഗത്ത് അവർക്ക് ഫാമിലി എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. ഫാമിലി, പേജ് ഓഫ് സോർഡ്സ്, 10 ഓഫ് wands. ഓക്കെ, യെസ്, 2 ഓഫ് സോർഡ്സ്. സി അവർ വളരെയധികം ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ബിക്കോസ് അവർക്ക് നിങ്ങളെയും വേണം. ഓക്കെ, പക്ഷേ അവർക്ക് ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് ഉള്ള ചെയ്യാനുള്ള ഒരു കടമകളുണ്ട് അവരുടെ. അപ്പോൾ അതൊന്നും വിട്ടുമാറാൻ അവർക്ക് സാധിക്കില്ല. ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് അവരെ ഫാമിലിയിൽ ലൈക്ക് അവരെ വാച്ച് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഐ തിങ്ക് ഇത് ഇന്നലെയും വന്നുകൊണ്ടു ആ എനർജി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ ഒരു കണ്ണെപ്പോഴും വെക്കുന്നുണ്ടാവാം അവരുടെ ഫാമിലിയിൽ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മാറുന്നത്. പക്ഷേ എവിടെയോ നിങ്ങൾ തമ്മിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു കാര്യം, ഈ കാര്യം പറഞ്ഞിട്ടായാലും വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടായാലും ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കും വരാൻ സാധിച്ചില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരം വന്നു, അതവിടെ കൂടുതൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത പോലെയാണ്. മേ ബി ഈ ടെൻഷൻസ് ഒക്കെ, മേ ബി അവരുടെ ഫാമിലിയിലുള്ള ടെൻഷൻസോ കാര്യങ്ങളോ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് എന്തെങ്കിലും ട്രിഗർ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ തമ്മിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോലെയാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഡബിൾ മൈൻഡിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ചോയ്സ് എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, എന്താ വേണ്ടത് എന്ന് തീരുമാനിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ശരിക്കും ആ ഒരു തീരുമാനം എടുക്കാൻ തന്നെ അവർക്കൊരു ഭാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ പെട്ടെന്നൊരു ട്രിഗർ വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക കൂടുതൽ ചൂടായി ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്ലോക്കാക്കിയൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു ടെൻഷൻ കൊണ്ട് ചെയ്യുന്ന രീതിക്ക്. നയൻ ഓഫ് പെന്റിക്കിൾസ്, ഡെവിൾ എനർജി, ലാസ്റ്റ് ഞാൻ നിർത്താണ്, ആൻഡ് കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, 5 ഓഫ് കപ്സ്. ഓക്കെ, ഇവിടെ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിഷമമുണ്ട്. ഓക്കെ, അവർക്ക് നല്ലോണം വിഷമമുണ്ട്, അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ വിട്ട് നിൽക്കുമ്പോൾ. പക്ഷേ അവർക്ക് അഗൈൻ ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്. സോ അവരുടെ ഉള്ളിൽ ആ പേടികളുണ്ട് എന്ന് പറയാം, പേടികളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചില ടോക്സിക് ആയിട്ടുള്ള ചില എൻവയോൺമെൻറ്റിലാണ് അവർ നിൽക്കുന്നത് എന്ന രീതിക്കുമായിരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഐ തിങ്ക് എല്ലാത്തിനും ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അവർക്ക് തൽക്കാലം സമാധാനം വേണം, പീസ് വേണം, അല്ലെങ്കിൽ അവർക്കൊരു എല്ലാവരുടെയും ഇങ്ങനെ കെട്ടുപെട്ട് ഇങ്ങനെ നേരത്തെ ഞാൻ ഐ തിങ്ക് ഒരു 8 ഓഫ് സോർഡ്സിൻ്റെ കാർഡ് പറഞ്ഞ പോലെ അവർക്ക് ആ പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് എല്ലാത്തിൻ്റെ ഇടയിൽ. ഓക്കെ, അവിടുന്നും ചോദ്യം, ഇവിടുന്നും ചോദ്യം, അവിടുന്നും ഇഷ്യൂസ്, ഇവിടുന്നും ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം കൂടി ഒരു വ്യക്തിക്ക് താങ്ങാൻ എത്രത്തോളം പറ്റും അല്ലേ? സോ ആ രീതിക്കായിരിക്കാം. സോ ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനെയും വിട്ട് മാറ്റിയിട്ട് തനിച്ചൊന്ന് നിൽക്കണം എന്ന രീതിക്കാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടും കൂടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത്. അല്ലാണ്ട് നിങ്ങളോടുള്ള സ്നേഹക്കുറവുണ്ടല്ല. പക്ഷെ ഇപ്പോൾ അവരൊന്ന് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്ന പോലെയാണ്. അതായത് കിങ് ആവണമെന്നില്ല, ക്വീൻ എടുത്തോളൂ പ്ലീസ്. ഓക്കെ,
സോ ഇവിടെ നിങ്ങൾ പേഴ്സൺ ശ്രമിക്കുന്നത് അവരെ ലൈഫ് ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ, അതായത് മേ ബി ഫൈനാൻഷ്യലി കുറച്ച് പേർക്ക് അതിനായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അവരൊന്നെ ഒന്ന് സ്റ്റഡി ആവാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, ഒന്ന് തനിച്ച് നിന്ന് മാറി നിന്ന്, അതിപ്പോൾ ഫാമിലിയോടും ഓവർ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടൊന്നുമല്ല, അവിടെ കടമകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലും ഒന്ന് എല്ലാത്തിനും ഒന്ന് വിട്ട് മാറി നിന്ന് ഒരു റിലാക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട്, ഓക്കെ, സ്വന്തം അവനവൻ ആദ്യം ഒന്ന് ബാലൻസ് ആവട്ടെ എന്ന രീതിക്ക് ഇപ്പോൾ ചിന്തിക്കുന്ന പോലെയാണ് ഇപ്പോൾ കാണുന്നത് എനിക്ക്. പക്ഷേ നിങ്ങളെ വിട്ട് നിൽക്കുമ്പോൾ വിഷമമുണ്ട്, തീർച്ചയായിട്ടും വിഷമമുണ്ട്. 5 കപ്സ് ആണ്. സോ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല. ഓക്കെ, ആ വിഷമമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളുടെ പേഴ്സണിന്. സോ ഇവിടെ വിട്ട് നിൽക്കാൻ മെയിൻ റീസൺ ഒന്ന് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു. ആ കോൺഫ്ലിക്റ്റിന് കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ പോലെ അവരെ ലൈഫിലുള്ള ചില ടെൻഷൻ സമയങ്ങൾ, ഓക്കെ, അങ്ങനത്തെ സമയങ്ങളിൽ നിങ്ങൾ തമ്മിൽ സംസാരം വരുമ്പോൾ അത് പിന്നെ കൈവിട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കാം. ഓക്കെ, അങ്ങനെയായിരിക്കും സംഭവിച്ചത്. നമുക്ക് സിറ്റുവേഷൻ്റെ കുറച്ച് ഒറക്കൽ കാർഡ്സ് കൂടെ എടുക്കാം. സോറോ, ലോസ്, ഗ്രീഫ്, ഡിപ്രഷൻ, ഞാനതാ പറഞ്ഞത് 5 കപ്സ്. ഓക്കെ, ഇത് സെയിം എനർജിയാണ്. 5 കപ്സ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്കും ആക്ച്വലി അത്രയും വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ടോട്ടലി വിട്ടു പോയിട്ടുണ്ടെങ്കിലും ശരി, അവരും ആ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റ്, മാരേജ്, പ്രോമിസസ്, ഫിഡലിറ്റി. ഒന്നുമില്ലെങ്കിൽ ഇത് നിങ്ങൾ തമ്മിലൊരു മാരേജ് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം. സാധിക്കുന്നവർക്ക് നിങ്ങളെ മാരേജ് ഈവൻ അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ മനസ്സിലുണ്ട് എന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, മാരേജ് വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ്, ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ തടസ്സമുണ്ടാക്കുന്നതായിരിക്കാം. ഓക്കെ, എന്താ കൂടുതൽ ഷഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിവൈൻ ഫെമിനൈൻ, നിങ്ങളിപ്പോൾ നിൽക്കേണ്ടത്, ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫെമിനൈൻ എനർജിയിൽ നിൽക്കുക. അതായത് ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജെൻസ് ആയാലും ശരി, നിങ്ങളുടെ ഫെമിനൈൻ എനർജി, അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് കെയർ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങൾ പേഴ്സൻ്റെ പിന്നാലെ ചേസ് ചെയ്യാൻ പോകാതെ ഒരു ഫെമിനൈൻ, ശരിക്കത്തെ ഒരു ലേഡീസിൻ്റെ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി എന്ന് പറയില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വേറൊരു വ്യക്തിയെ ചേസ് ചെയ്ത് പോലല്ല. ഓക്കെ, അവനവനെ വാല്യൂ ചെയ്യലാണ്. യെസ്, നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യും, സ്നേഹിക്കും, എല്ലാം ഉണ്ടാവും, പക്ഷെ അവനവനെ മറന്നിട്ടായിരിക്കില്ല. ഓക്കെ, അവനവൻ്റെ വാല്യൂ കളഞ്ഞ് ചെയ്യില്ല. അതാണ് ഡിവൈൻ ഫെമിനൈൻ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കാം. ആൻഡ് തിങ്കിങ്, മിസ്സിങ് യു, ക്രേവിങ്. ഓക്കെ, യെസ്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളെ ക്രേവ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. ബ്രോക്കൺ, ഷാറ്റേഡ് ഹാർട്ട്, ബ്രോക്കൺ, ഡിസ്ട്രോയ്ഡ്. യെസ്, അവർക്ക് വിഷമമുണ്ട്. നിങ്ങൾ തമ്മിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും വിഷമമുണ്ട്. ഹാർട്ട് ബ്രോക്കൺ ആണ് അവർ. സോൾമേറ്റ്സ്, യെസ്, ഡീപ്പ് ലവ്, നിങ്ങൾ തമ്മിലുള്ള, ഞാൻ അത് ഇവിടെ 2 കപ്സ് നമ്മൾ പറഞ്ഞില്ലേ. സോ യെസ്, സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങളുടെ, യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അതിലൊന്നും സംശയങ്ങളില്ല. പക്ഷേ സിറ്റുവേഷൻ, സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൺഫെഷൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തുറന്ന കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, പറയും, അവരുടെ ഫീലിങ്സ് അറ്റ്ലീസ്റ്റ് തുറന്ന് നിങ്ങളോട് പറയുന്ന രീതിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിങ്ങനെ തുറന്നു പറിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലാവണമെന്നില്ല. എനിക്ക് അങ്ങനെ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊരു രീതിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അവരുടെ ഒരു എന്താ പറയുക, പ്രാക്ടിക്കൽ രീതിയിൽ അവർ നിങ്ങൾക്ക് ചിലപ്പോൾ കാണിക്കും. എന്നിട്ട് അവരെ നിങ്ങളെ വേണം എന്നുള്ളത് അവരുടെ ഭാഗത്ത് നിന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കും. ഓക്കെ, മെമ്മറീസ്, യെസ്, മിസ്സിങ് എനർജി ഒരുപാട് വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, 2-3 കാർഡ് നമുക്കിപ്പോൾ മിസ്സിങ്ങിൻ്റെ വന്നു. സോ യെസ്, മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട്. നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കരുതരുത് തെറ്റ് അവർ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് കരുതരുത്. പുറത്ത് കാണിക്കുന്നുണ്ടാവും പലതും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഐ തിങ്ക് നേരത്തെ വന്നതും അവർ പുറമേ എല്ലാം ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടാവും. ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുന്നു, ഫാമിലി ലൈഫ്, എൻ്റെ വീട്, എൻ്റെ ഫാമിലി, എൻ്റെ കുട്ടികൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊക്കെ അവർ എൻജോയ് ചെയ്യുന്നു എന്ന രീതിക്ക്. പക്ഷേ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ, തനിച്ചിരിക്കുമ്പോൾ ഒക്കെ നിങ്ങളെ മിസ് ചെയ്യുക. അല്ലാത്തപ്പോഴും ഓക്കെ, അവരെപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ്. അതിന് ഇൻറ്റിമസി മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട്. ഓക്കെ, അതുപോലെ വേറെ ആരും വരില്ല. അതുകൊണ്ടാണ് ഓക്കെ, ആ ഒരു മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആണ് ഇവിടെ. ഫൗണ്ടേഷൻ, യെസ്, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീബിൽഡ് ചെയ്യാൻ അവർ ശ്രമിക്കും എന്നുമാണ്. കുറച്ച് പേർക്ക് അഗൈൻ ഫാമിലിയുടെ കാർഡ് വീണ്ടും വരുന്നുണ്ട്. റിട്ടേൺ, സെക്കൻഡ് ചാൻസ്, ഓപ്പർച്യൂണിറ്റി, മേക്കിംഗ് അമെൻസ്. യെസ്, അവർ നിങ്ങളോട് ഒരു മാപ്പ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അവർ നിങ്ങളോട് തിരിച്ചു വന്ന് ഒന്നുകൂടി ശ്രമിക്കാൻ അവർ തീർച്ചയായിട്ടും വരും. ഓക്കെ, സോ ഇത് എന്താ പറയുക, ബ്ലോക്ക് ചെയ്തു പോയി, എന്നെ എന്താ പറയുക, തൊട്ടിൽ വിട്ടുപോയി, സെപ്പറേഷനാണ് എന്നുണ്ടെങ്കിലും അവർ തിരിച്ചു വരും. ഓക്കെ, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴായാലും തിരിച്ചു വരും എന്നുള്ളൊരു കാര്യമാണ്.
കർമ്മ, കോൺസിക്വൻസസ്, കോസ്, എഫക്റ്റ് ആൻഡ് ഡെപ്സ്. ഓക്കെ, സി നിങ്ങൾ തമ്മിൽ ഒന്നാമത് നിങ്ങൾ തമ്മിലുള്ള കർമ്മ ഉണ്ടാവും. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നമ്മൾ ലെസൺസ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ പോലെയാണ്. സോ ഇത് അതെന്തായാലും എന്താ പറയുക, സോറി, പക്ഷേ ഇവിടെ കർമ്മ എന്ന് പറയുമ്പോൾ ഇതിവിടെ ഒന്ന് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കർമ്മ എന്തെങ്കിലും ഉണ്ട് എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വേദനകൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും ഉണ്ടാവും നമ്മളുടെ ബാക്കി. അത് മാത്രമല്ല, ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഐ തിങ്ക് എവിടെയോ പറഞ്ഞു ഞാൻ, അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് തീർച്ചയായിട്ടും ഉണ്ടെന്ന്. ഓക്കെ, അവർ ചെയ്ത് എന്തെങ്കിലും ഒരു തെറ്റായിട്ട് അവർ ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ മനസ്സിലൊരു വിഷമവും കാര്യങ്ങളും കാണും. അവർ ചെയ്തതിൻ്റെ ഫലം തീർച്ചയായിട്ടും അവർ അനുഭവിക്കും എന്നുകൂടിയാണ്. ഹോപ്പ്ലെസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദറ്റ് ഇവിടെ നിങ്ങൾക്കായാലും അവർക്കൊരു ഫീലിംഗ് ഉണ്ട് ദറ്റ് ഇത് മുന്നോട്ട് നടക്കില്ലേ, എനിക്ക് കൈവിട്ട് പോയോ എന്ന രീതിക്കൊക്കെ അവരുടെ ഉള്ളിലും ചിന്തയുണ്ട്. നമ്മളവരെയാണോ പറയുന്നത്? ഓക്കെ, റിലീസിങ്, ആക്ച്വലി ലെറ്റിംഗ് ഗോ കാണുന്നുണ്ട്. ലെറ്റിംഗ് ഗോ, മൂവിങ് ഓൺ, വർക്കിംഗ്. അവർക്ക് പേടി ആക്ച്വലി നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ളതാണ്. ഓക്കെ, അവരെ ഏറ്റവും വലിയ പേടി അതാണ്, ദറ്റ് അവർക്ക് ഈ സിറ്റുവേഷൻ ശരിയാവില്ല, ബെറ്റർ ആവില്ല എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, വൺ മോർ കാർഡ് ലാസ്റ്റ്. ബ്രേക്കിംഗ് പോയിന്റ്. സി ഇവിടെ ഐ തിങ്ക് ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരും നിങ്ങളുടെ പേഴ്സണിന്. അതായത് ഏതെങ്കിലും തരത്തിൽ അവർ ലൈഫിലായാലും നിങ്ങൾ വിട്ടു നിൽക്കുമ്പോഴായാലും ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരും. അതിനുശേഷം മേ ബി അവർ നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈലൻസ് ആണ്, പക്ഷേ അവർ തിരിച്ച് വരുന്നതായിട്ടും നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ സോൾമേറ്റ് കണക്ഷൻ ആണ്. സോ ചില സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സിറ്റുവേഷൻ നിങ്ങളുടെ തേർഡ് പാർട്ടീസ്, ഫാമിലി തടസ്സം, മറ്റു കാര്യങ്ങൾ തടസ്സങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളോട് സംസാരിച്ച് വരുമ്പോൾ ഓക്കെ, അവിടെ ട്രിഗർ ആവാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഒരു ട്രിഗർ വരാൻ വളരെ എളുപ്പമാണ്. സോ അവിടെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തെറ്റായിരിക്കില്ല, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവർക്കത് താങ്ങാൻ പറ്റില്ല. ആ ചോദ്യം ചെയ്യല്ലോ ചില സമയത്ത് താങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർക്ക് യുനോ ഒരു സേഫ്റ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാണ്. അവർക്ക് തോന്നുന്നത് എവിടെ പോയാലും ഞാൻ എന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ പിടിച്ചു വെക്കുന്നു, കുറ്റപ്പെടുത്തുന്നു എന്ന രീതിക്കൊക്കെയുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ കയറി വരാണ്. അതുകൊണ്ടൊക്കെയാണ് ചിലപ്പോൾ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകുന്നത് എന്നാണ് എനിക്ക് ഇവിടെ അറ്റ്ലീസ്റ്റ് ഇത്രയും കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ എനിവേ, ഇനിയിപ്പോൾ നമുക്കിതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ വരട്ടെ, തിരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.